വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട്. എമ്പുരാൻ എന്ന ചിത്രത്തിൽ നിന്ന് അതിന് ആശീർവാദിനോടൊപ്പം അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു, നിലവിൽ ലൈക്ക അതിൽ നിന്ന് പിന്മാറി എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തകളും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് തോന്നുന്ന ആരോ എവിടെയോ കെട്ടിച്ചമച്ച ഒരു ഇതാണ് ലൈക്ക അതിൽ നിന്ന് പിന്മാറിയെന്ന്. കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞ കണക്ക് തന്നെ ലൈക്കയും ആശീർവാദും ചേർന്ന് ഒരു വലിയ തുക മുടക്കിയതിന് ശേഷം ലൈക്ക അതിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം പിന്മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. കാര്യം അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പായിരിക്കണം. അപ്പം അതവിടെ നിൽക്കുമ്പം രണ്ട് രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഒന്ന്, മമ്മൂക്കയെ അനുകൂലിക്കുന്ന ചില ആൾക്കാർ എവിടേക്കോ ഏതൊക്കെയോ ഫാൻസ് പേജുകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ മറ്റെവിടെയൊക്കെയോ മമ്മൂട്ടി കമ്പനി ലൈക്കയ്ക്ക് പകരം എമ്പുരാൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ഇനി പ്രൊഡക്ഷൻ്റെ മറ്റ് ചിലപ്പോൾ കാര്യങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള രീതിയിലൊക്കെയുള്ള ആരോ എവിടെയോ ഒരു വാർത്ത അടിച്ചു വിട്ടു. അതിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു വാർത്തകളെക്കുറിച്ച് വീഡിയോ ചെയ്തിരിക്കുന്നതായിട്ട് ചിലയിടത്ത് എനിക്ക് കാണാൻ സാധിച്ചു. മമ്മൂട്ടി കമ്പനി ആശീർവാദിനോടൊപ്പം ഇത് ഏറ്റെടുക്കും, അത് എമ്പുരാൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള രീതിയിൽ അതിനെ വിമർശിച്ചും മമ്മൂക്കയുടെ സ്ഥിരം ഹേറ്റേഴ്സ് ആയിട്ടുള്ള ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ചില യൂട്യൂബേഴ്സും ഇത്തരത്തിലുള്ള വീഡിയോ, ഇത്തരത്തിലുള്ള ഒരു വിഷയം, ഇത്തരത്തിലുള്ള ഒരു മാറ്ററിനെ അവരും ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അതായത് അവർ കുറച്ചുകൂടെ എപ്പോഴും പരിഹസിച്ചായിരിക്കുമല്ലോ മമ്മൂട്ടിയെ അല്ലെങ്കിൽ മമ്മൂക്കയെക്കുറിച്ച് വീഡിയോ ചെയ്യുക എന്ന് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള, ഞാനിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ പറയുമ്പം ലാലേട്ടൻ്റെ ഏറ്റവും അത് ലാലേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നതും എൻ്റെ ചില വീഡിയോസ് കണ്ടിട്ട് നല്ല രീതിയിലുള്ള കമൻസ് ഇടുന്ന ലാലേട്ടൻ്റെ ചില ആരാധകരുണ്ട്. വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ കമൻസ് ഇടുന്ന ലാലേട്ടൻ്റെ ചില ആരാധകരുണ്ട്. അപ്പം അവരെ ഓർത്തിട്ട് ചില സമയത്ത് ഞാൻ ചില വീഡിയോകൾ അവർക്ക് വിഷമം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കി വിടാറുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് മമ്മൂക്ക ഹേറ്റേഴ്സ് ആയിട്ടുള്ള ചില ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ചില വാക്കുകളെങ്കിലും ചിലപ്പം നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുമെങ്കിൽ അത് നിങ്ങൾ മറ്റൊന്നും കരുതരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനകത്ത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം മമ്മൂക്ക ഹേറ്റേഴ്സ് ആയിട്ടുള്ള ചില ആൾക്കാർ പറയുന്നു മമ്മൂട്ടി കമ്പനി ഇത് ഒരു കാരണവശാലും എമ്പുരാൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയില്ല. കാര്യം മമ്മൂക്കയുടെ കയ്യിൽ അതിനു വേണ്ടിയുള്ള പൈസയും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ മമ്മൂക്ക വിറ്റുപറക്കിയിട്ട്, ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ചില യൂട്യൂബേഴ്സും ഉണ്ട്, മമ്മൂക്ക എല്ലാം വിറ്റുപറക്കിയിട്ട്. എനിക്ക് സത്യത്തിൽ അത് കേട്ടപ്പം ചിരി മാത്രമല്ല, എനിക്ക് ആ യൂട്യൂബറുടെ ആ വാക്കിനോട് എനിക്കൊരു പുച്ഛമാണ് സത്യം പറഞ്ഞാൽ തോന്നിയത്. മമ്മൂക്ക വിറ്റുപറക്കിയിട്ട്, മമ്മൂക്കയായാലും ലാലേട്ടനായാലും അത്തരത്തിലുള്ളൊരു സിനിമയുടെ ഒരു കോ പ്രൊഡ്യൂസർ ആവുന്നതിന് വേണ്ടിയിട്ട് അവർക്കതൊന്നും വിറ്റുപറക്കേണ്ടെന്ന് ആവശ്യമില്ല. കാര്യം അവരുടെ ആസ്തിയെക്കുറിച്ചൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. കാര്യം അത് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയിലൂടെ ഞാനത് പറയുന്നതും ശരിയായിട്ടുള്ളൊരു കാര്യമല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ എനിക്ക് അത്തരത്തിലുള്ള ഈ മമ്മൂക്കയുടെ സപ്പോർട്ട് ചെയ്ത് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടി കമ്പനി ഏറ്റെടുക്കുമെന്ന് പറയുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും മമ്മൂട്ടി കമ്പനി ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു വർക്കുകളും, അതായത് ഈ പറയുന്ന കണക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതോ അല്ലെങ്കിൽ ഒരു കോ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലുള്ള യാതൊരു ഉത്തരവാദിത്തങ്ങളും വർക്കുകളും മമ്മൂട്ടി കമ്പനി ഏറ്റെടുക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് മമ്മൂട്ടി കമ്പനി ആലോചിക്കുകയോ പോലും ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറയുന്നത് മമ്മൂക്കയെ അനുകൂലിച്ച് വീഡിയോ ചെയ്യുന്ന ചില ആൾക്കാരുടെ വീഡിയോകളുടെ, പിന്നെ മമ്മൂക്ക ഹേറ്റേഴ്സ് ആയിട്ടുള്ള ചില ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പ്രിയ സുഹൃത്തുക്കളെ, മമ്മൂട്ടി വിറ്റുപറക്കി വീഡിയോ, അതായത് എമ്പുരാന്റെ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ പ്രൊഡക്ഷനോ എടുക്കേണ്ടെന്ന് ആവശ്യമില്ല. കാര്യം മമ്മൂക്ക അത്തരത്തിൽ വിറ്റുപറക്കി ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് വിജയിച്ചു നിൽക്കുന്ന ഒരു നായകന്റെ സിനിമയായിരിക്കണം. അതായത് പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു നായകന്റെ സിനിമ മമ്മൂക്ക വിറ്റുപറക്കി എടുക്കാൻ വേണ്ടി മമ്മൂക്കയുടെ തലയിലിരിക്കുന്നത് കളിമണ്ണല്ല എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കാര്യം ലാലേട്ടൻ്റെ സമീപകാല ചിത്രങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പം 2010-ലെയും 2005-ലെയും 2012-ലെയൊക്കെ സിനിമകളാണ് പറയേണ്ടത്. ഞാൻ ഇത് ഒരുപാട് വട്ടം പറഞ്ഞപ്പോൾ ഞാൻ ഒരിടത്ത് പറയുകയും ചെയ്തു, പണ്ടങ്ങാണ്ട് ആനപ്പുറത്തിരുന്ന് എൻ്റെ തഴമ്പ് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിലവിൽ ഇപ്പോൾ എന്താണെന്നുള്ളത് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു നായകൻ. അപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു നായകൻ്റെ 141 അല്ലെങ്കിൽ 150 കോടി ചിത്രത്തിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോ പ്രൊഡ്യൂസറായിട്ട് മമ്മൂട്ടി കമ്പനിക്ക് വന്ന് കയറണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് എന്തെങ്കിലും തലയ്ക്ക് കുഴപ്പമുണ്ടാവണം. പക്ഷേ നിലവിൽ മമ്മൂക്കയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഡിസ്ട്രിബ്യൂഷനോ പ്രൊഡക്ഷനോ ഒന്നും മമ്മൂക്ക ഏറ്റെടുക്കാൻ പോകുന്നില്ല. കാര്യം അത്തരത്തിലുള്ളൊരു സിനിമ ലാലേട്ടൻ ഇപ്പോൾ പറഞ്ഞ കണക്ക് ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം എമ്പുരാനോ തുടരുവോ
ഈ 2 സിനിമകളിൽ ഏതെങ്കിലും ഒരെണ്ണം വിജയമാവണമെന്നാണ് ലാലേട്ടനെ സ്നേഹിക്കുന്ന ആരാധകരും ഒക്കെ ആഗ്രഹിക്കുന്നത്. ഞാൻ പോലും ആഗ്രഹിക്കുന്നുണ്ട് ലാലേട്ടന്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു തിരിച്ചുവരവെന്നല്ല, നല്ല രീതിയിലുള്ള ഒരു വിജയം. അപ്പം അത് ലാലേട്ടൻ ഇപ്പം ഈ പറഞ്ഞ കണക്ക് താൻ പരാജയപ്പെട്ട് നിൽക്കുന്ന നായകനല്ല, താൻ വിജയിച്ച് നിൽക്കുന്ന നായകനാണ്, അല്ലെങ്കിൽ തനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഒരു സിനിമയിലൂടെ അദ്ദേഹം പ്രൂവ് ചെയ്തതിന് ശേഷം പോരെ സുഹൃത്തുക്കളെ മമ്മൂക്ക അദ്ദേഹത്തിന്റെ എല്ലാം വിറ്റുപറക്കിയിട്ട് ആണോ ലാലേട്ടന്റെ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ 90 കോടിയോ 150 കോടിയോ അല്ലെ 50 കോടിയോ ഒക്കെ കൊടുത്തിട്ട് മമ്മൂക്ക അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെന്ന് പറയുന്ന കാര്യം. നമുക്കൊരു കാര്യം പറയാം, നമുക്കൊരാളെ വിമർശിക്കാം, അതിനതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അതിന് അപ്പുറത്തോട്ട് കിടക്കരുത്. ഇപ്പൊ ഞാനും ലാലേട്ടനെ വിമർശിക്കാം, ചില വീഡിയോകളിൽ ഞാൻ മമ്മൂക്കയെ വിമർശിക്കാറുണ്ട്, മമ്മൂക്കയെക്കാട്ടിലും കൂടുതൽ ലാലേട്ടനെ വിമർശിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇത്തരത്തിലുള്ള വാക്കുകൾ കഴിവതും ഞാൻ ഒഴിവാക്കി വിടുകയാണ്. കാര്യം മറ്റുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ ഒരു പെർഫോമൻസിന്റെ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മൾ വിജയ ചിത്രങ്ങളുടെ കാര്യം ഇപ്പം ചിലപ്പം ചില ആൾക്കാർ എന്നോട് ഒന്ന് ചോദിക്കും, ഇപ്പം ആ യൂട്യൂബർ പറയുന്നതും അല്ലെങ്കിൽ അതുപോലുള്ള യൂട്യൂബർ പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ വാക്കുകളുമായിട്ട് എന്താണ് വ്യത്യാസമെന്ന്. ഇത്തരത്തിലുള്ള ആൾക്കാർ പറയുന്നതിന് ഒരു മറുപടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്തത്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ ലാലേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്ന ലാലേട്ടൻ്റെ എൻ്റെ വീഡിയോ കാണുകയും അതിന് കമൻറ്റ്സ് ഇടുകയും ചെയ്യുന്ന സുഹൃത്തുക്കളോട് ആദ്യം തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. കാര്യം ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും മറുപടി പറയണമെന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിലവിൽ മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളുമായിട്ട് മുന്നോട്ട് പോയിക്കോളും. പിന്നെ അല്ല അദ്ദേഹത്തിന് ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ വിജയിച്ച് നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ നായകന്മാരുടെ അല്ലെങ്കിൽ താരങ്ങളുടെ സിനിമയ്ക്ക് അദ്ദേഹം ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് മുന്നോട്ട് പോയിക്കോളും. ഒരിക്കലും ഒരു പരാജയപ്പെട്ട് നിൽക്കുന്ന നായകന്റെ സിനിമയിലേക്ക് മമ്മൂക്ക കൊണ്ടുവന്ന് തലവെച്ച് കൊടുക്കുമെന്ന് നിങ്ങൾ ആരും ഭയക്കണ്ട. പിന്നെ ചില ആളുകൾക്ക് വിഷമമുണ്ട്, മമ്മൂട്ടി കമ്പനി 3 കോടിക്കും 4 കോടിക്കും ഒക്കെ സിനിമ എടുക്കുന്ന മമ്മൂട്ടി കമ്പനി എങ്ങനെയാണ് ഈ 141 കോടിയിലേക്ക് പോകുന്നതെന്ന്. ശരിയാണ്, മമ്മൂക്ക കമ്പനി 3 കോടിയിലോ 4 കോടിയിലോ 8 കോടിയിലോ അല്ലെങ്കിൽ 10 കോടിയിലോ ഒക്കെ ചിലപ്പം സിനിമ എടുത്തിട്ടായിരിക്കും അദ്ദേഹം തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മതി അദ്ദേഹത്തിന്. കാര്യം ഈ സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയതെല്ലാം അറിയാൻ വയ്യാത്ത ബിസിനസ്സുകൾ ചെയ്ത്, അതായത് നമ്മൾ പറയുന്ന കണക്ക് കടലിൽ കൊണ്ടുവന്ന് കായം കലക്കി കണക്ക് ഒഴുക്കി കളഞ്ഞിരിക്കുന്ന ചില ആളുകളെ നമുക്കറിയാം. കാര്യം നമ്മൾ ഈ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ട് അത് പല സിനിമകളിൽ അവരെ കുറിച്ച് കാണിച്ചിട്ടുമുണ്ട്. അപ്പം നമുക്ക് അത്തരത്തിലുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സിനിമ നഷ്ടം വന്നാലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കത്തക്ക രീതിയിലുള്ള നഷ്ടം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ചെറിയ ബഡ്ജറ്റുകളിൽ സിനിമ ഒരുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ എന്തായാലും നമുക്കറിയാം ഈ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു നായകന്റെ 150 കോടി സിനിമയ്ക്കകത്ത് ഒരു ഡിസ്ട്രിബ്യൂഷൻ അദ്ദേഹം സ്വപ്നത്തിൽ പോലും ആലോചിക്കുന്നില്ല എന്നുള്ളത്. താങ്ക് യു.